ഇ-കൊമേഴ്സ് സ്റ്റോറിൽ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രോഡക്റ്റ് സെല്ലാവുമോ? നിങ്ങൾക്ക് സെയിൽസ് കൂടുമോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്തു. ഇ-കൊമേഴ്സ് സ്റ്റോർ ഏതിലും ആവട്ടെ, ഷോപ്പിഫൈ, മജന്തോ, വൂക്കോമേഴ്സ് ഏതിലും ആയിക്കോട്ടെ, പക്ഷേ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു ഷോപ്പിഫൈയിലാണ് ഒരു പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. ഷോപ്പിഫൈയിൽ ഒരു പുതിയ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യണം. അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക് അനലൈസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക് അനലൈസ് ചെയ്താൽ എവിടെയൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ബൗൺസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിൾ അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഗൂഗിൾ ടാഗ് മാനേജർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മർച്ചൻറ്റ് സെൻറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എവിടെയൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് എന്ന് നമുക്ക് കണ്ടെത്താനാവും. ഇപ്പോൾ എക്സാമ്പിൾ അനലിറ്റിക്സിൽ തന്നെ പുതിയ അനലിറ്റിക്സായ GA4 ഇപ്പോൾ അവൈലബിൾ ആണ്. അനലിറ്റിക്സിൻ്റെ ഉപയോഗം എന്താ? നമ്മുടെ കസ്റ്റമേഴ്സ് എത്രത്തോളം ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, എവിടെ നിന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ബൗൺസായി പോകുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാത്തത് എന്നുള്ള എല്ലാ ഓവറോൾ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ XYZ അല്ലെങ്കിൽ ഒരു മെൻസ് ടീഷർട്ട് ഞാൻ സെല്ല് ചെയ്യുവാണ് ഓൺലൈൻ സ്റ്റോറിൽ കൂടി. പക്ഷേ എനിക്ക് ഒട്ടും സെയിൽ നടക്കുന്നില്ല. കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ആഡ് ടു കാർട്ടിലോട്ട് വരുന്നുണ്ട്, പക്ഷേ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അനലിറ്റിക്സ് വഴി ചെക്ക് ചെയ്യും എന്തുകൊണ്ട് പർച്ചേസ് ആവുന്നില്ല എന്നുള്ളത്. അതെങ്ങനെ ചെക്ക് ചെയ്യും? അവിടെ ഞാൻ ഹീറ്റ് മാപ്പുകൾ ആഡ് ചെയ്യും. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ക്ലാരിറ്റി, ലക്കി ഓറഞ്ച്, അങ്ങനെ ഒരുപാട് ഹീറ്റ് മാപ്സ് നമുക്ക് അവൈലബിൾ ആണ്. എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ബൗൺസ് ചെയ്യുന്നതെന്നുള്ള കറക്റ്റ് ഫൈൻഡിങ്സ് നമുക്ക് കണ്ടെത്താനാണ്. എന്നിട്ട് എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്നുള്ള സൊല്യൂഷനും നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മർച്ചൻ്റ് അക്കൗണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഗൂഗിൾ ഷോപ്പിംഗ് ക്യാമ്പയിനിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ മർച്ചൻ്റ് അക്കൗണ്ടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ, SEO പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സെർച്ച് കൺസോൾ. അതുപോലെ തന്നെ ഗൂഗിൾ ടാഗ് മാനേജർ, നമ്മുടെ വെബ്സൈറ്റിലോട്ട് വാട്സപ്പിലോട്ട് എത്ര ക്ലിക്ക് വന്നു, അതുപോലെ തന്നെ മെസ്സേജിലോട്ട് എത്ര ക്ലിക്ക് വന്നു എന്നുള്ള എല്ലാ ടാഗ് ഇൻ്റഗ്രേഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഇ-കൊമേഴ്സ് സ്റ്റോറിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു രീതിയിൽ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനൊക്കെ ക്രിയേറ്റ് ചെയ്തു. പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ചെയ്താൽ മാത്രം പോരാ, ആ ക്യാമ്പയിൻ വഴി എത്ര ക്ലിക്ക് വന്നു, എത്ര വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു, എത്ര ഫോം ഫില്ല് ചെയ്തു, എത്ര കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തു എന്നെല്ലാം ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്.